നമസ്കാരം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അധികം വരുന്ന കോളുകളും പിമ്പിൾസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പിമ്പിൾസ് എങ്ങനെയാണ് വരുന്നത്, അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് കൂടുതൽ ആൾക്കാർ വിളിച്ച് ചോദിക്കാറ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പിമ്പിൾ എന്നറിയാം. പിമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ മുഖദൂഷിക എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള കുറച്ച് ഫോളിക്കിൾ അങ്ങ് ബ്ലോക്കായി പോകുന്നുണ്ട്. അതിനുള്ളിൽ ഓയിലും എക്സസ് ആയിട്ടുള്ള ഡെഡ് സെൽസും ഒക്കെ നിന്നിട്ടാണ് ഈ പിമ്പിൾസ് വരുന്നത്. ഇത് അധികമാകുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നത്. പിമ്പിൾസ് മെയിനായിട്ടും ഓയിലി സ്കിന്നുള്ളവർക്കാണ് വരുന്നത്. ടീനേജേഴ്സിനാണ് കൂടുതൽ കാണുന്നതെങ്കിലും അധികവും എല്ലാ പ്രായത്തിലും കാണുന്നുണ്ട്. ഫേസിന് മാത്രമല്ല, ബോഡിയുടെ പല ഭാഗങ്ങളിലും പിമ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം ഫുഡിന് തന്നെയാണ്. ഫുഡിൽ മെയിൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എല്ലാവരും കൂടുതലായും ശ്രദ്ധിക്കുന്നത് പിമ്പിൾസിന്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ടും ടീനേജേഴ്സാണ് അത് കൂടുതലും തെറ്റ് വരുത്തുന്നത്. അതായത് നമ്മളെ ഓവറായിട്ട് സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കാം, നമ്മൾ ഓവർ സോൾട്ടി സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, എരിവും പുളിയും കൂടുതൽ കഴിക്കുക ഭക്ഷണത്തിൽ. അത് നമുക്ക് നന്നായിട്ട് ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂട്ടാനുള്ളൊരു കാരണമാണ്. ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് പിമ്പിൾസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ മാനേജ് ചെയ്ത് പോവാം എന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഫുഡിൽ തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടാതെ നോക്കുക. ആക്നെ വരാനായിട്ട് അധികം ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. പിന്നെ ഹോർമോണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. PCOS ഉള്ളവർക്കും അധികം സ്ട്രെസ് ഉള്ളവർക്കും ഒക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ മാനേജ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റായിട്ട് സ്ട്രെസ് റിലീവ് ചെയ്ത് അങ്ങനെയുള്ള മാനേജ്മെൻറ്റാണ്. കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളെങ്ങനെ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിൻ്റെ പാടുകൾ എങ്ങനെ മാറ്റാം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പറയാവുന്നത്, നമ്മുടെ മരിയാസിലെ തന്നെ ആക്നെ പിമ്പിൾ കിറ്റ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ല റിസൾട്ട് നമുക്ക് കുറച്ച് നാളായിട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പിമ്പിൾ ആക്നെ കിറ്റിൽ വരുന്നത് ഫസ്റ്റ് സോപ്പാണ്. സോപ്പ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഓയിലി സ്കിന്നിനാണ് കൂടുതലും വരാൻ ചാൻസ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ കളയാനും നമ്മുടെ സ്കിന്നിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും മലേസിൻ്റെ ആയുർവേദിക് സോപ്പ് നമുക്ക് നല്ല ബെനിഫിഷ്യലാണ്. ഒപ്പം തന്നെ ഹെർബൽ ഫേസ് പാക്ക് വരുന്നുണ്ട്. ഇതും എക്സസ് ആയിട്ടുള്ള ഓയിലും നമ്മൾക്ക് സ്കിന്നിൽ നിന്ന് കളയാനും സ്കിന്ന് ക്ലിയർ ചെയ്യാനുമായിട്ട് ഈ ഫേസ് പാക്ക് നല്ല യൂസ് ചെയ്യും. ഇതിൽ നമ്മൾ അധികവും വരുന്നത് നമ്മുടെ ആയുർവേദ ഹെർബ്സ് ആണ്, പ്യുവർ ഹെർബ്സ് ആണ്. അതിൽ വരുന്നത് മഞ്ചിഷ്ട, ഇരട്ടിമധുരം, പാച്ചൂട്ടി തൊലി, നീം, അങ്ങനെയെല്ലാം കൂടുതലും നമുക്ക് ഈ പിമ്പിൾസിന് പറ്റുന്ന തരത്തിലുള്ള ഔഷധങ്ങളാണ് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഹെർബൽ ഫേസ് പാക്ക് നമ്മുടെ തന്നെ റോസ് വാട്ടർ ഉണ്ട്. റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. റോസ് വാട്ടർ ഒട്ടും പറ്റാത്തവർക്ക് മാത്രം കുക്കുംബർ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് ഈ സെയിം പാക്ക് യൂസ് ചെയ്യാം. ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ സ്ട്രോബെറി ജെല്ല് യൂസ് ചെയ്യാം. സ്ട്രോബെറി ജെല്ല് നിങ്ങൾക്കറിയാം, സ്ട്രോബെറി എന്ന് പറയുന്നത് നന്നായിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കറുത്ത പാടുകൾ, പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള കറുത്ത പാടുകൾ മാഞ്ഞു പോകാനും നമ്മുടെ ഈ സ്ട്രോബെറി ജെല്ല് യൂസ് ചെയ്യാം. ഈ ആക്നെ പിമ്പിൾ കിറ്റ് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും എല്ലാവരും അറിയിക്കാൻ ശ്രദ്ധിക്കുക.